ഇപ്പോൾ സ്വകാര്യ മേഖലയിലെ പ്രധാനപ്പെട്ട പ്രശ്നം പ്രതിപക്ഷമാണ് ഏറ്റെടുക്കുന്നത്. ആദ്യം പ്രിയദർശിനി പരിപാടി ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ അത് കാണാനില്ല. CPM-ന്റെ പ്രവർത്തകരോടെല്ലാം പ്രിയദർശിനിയിൽ കയറരുത് എന്ന് പറഞ്ഞാൽ 10-30% ആൾക്കാർ കയറില്ലല്ലോ. അപ്പോൾ അവർക്കൊരു പ്രയോജനം കിട്ടുമല്ലോ. ഇപ്പം എന്താ ഗോവിന്ദ മാഷ് പറയാത്തത്? നമ്മുടെ പാർട്ടി മെമ്പർമാരും ഇതിൽ കയറരുതെന്ന് പറയണില്ലല്ലോ, അവരും കയറില്ലേ. അപ്പം അതുകൊണ്ട് സ്കൂൾ കുട്ടികളുടെ അല്ലെങ്കിൽ കോളേജ് കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ പ്രശ്നത്തിൽ ഞങ്ങളൊക്കെ വിദ്യാർത്ഥി രംഗത്ത് നിന്ന് വന്നവരാണ്. അവരിൽ പെൺകുട്ടികൾക്ക് ഇപ്പോൾ പ്രശ്നമില്ല, പ്രിയദർശിനിയിൽ പ്രൈവറ്റിൽ പ്രശ്നമുണ്ട്. അപ്പോൾ അത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടെ ഒരു തീരുമാനം എടുക്കട്ടെ, നമുക്ക് ആലോചിക്കാം. ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആ പദ്ധതിക്ക് മുമ്പല്ലേ ഈ പഠനങ്ങൾ നടത്തേണ്ടത്? സ്വാഭാവികമായും KSRTC സൗജന്യം നൽകുമ്പോൾ സ്വകാര്യ ബസ് മേഖലയിൽ ഈ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് സർക്കാർ നേരത്തെ കാണേണ്ടതല്ലേ? അങ്ങനെ ഒരു പഠനം ഇപ്പോൾ ഒരു പഠനം നടത്തും എന്ന് പറയുമ്പോൾ അത് കുറച്ച് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് മുമ്പ് നടത്തേണ്ടതല്ലേ? അത് പിന്നെ നടത്തി കഴിഞ്ഞാലോ, ഇനിയിപ്പോൾ പുറകിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. സർക്കാർ ഇനി നടത്തും എന്നാണല്ലോ മിനിസ്റ്റർ പറഞ്ഞത്. ഇനി അത് നടത്തും. അതെൻ്റെ ശ്രദ്ധയിൽ ഔദ്യോഗികമായി പെട്ടിട്ടില്ല. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ കൺസെഷൻ നിരക്കിൻ്റെ കാര്യം രാഷ്ട്രീയ കക്ഷികൾ ഇപ്പോൾ സ്വകാര്യ മേഖലയിലെ പ്രധാനപ്പെട്ട പ്രശ്നം പ്രതിപക്ഷമാണ് ഏറ്റെടുക്കുന്നത്. ആദ്യം പ്രിയദർശിനി പരിപാടി ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ അത് കാണാനില്ല. CPM-ന്റെ പ്രവർത്തകരോടെല്ലാം പ്രിയദർശിനിയിൽ കയറരുത് എന്ന് പറഞ്ഞാൽ 10-30% ആൾക്കാർ കയറില്ലല്ലോ. അപ്പോൾ അവർക്കൊരു പ്രയോജനം കിട്ടുമല്ലോ. ഇപ്പം എന്താ ഗോവിന്ദ മാഷ് പറയാത്തത്? നമ്മുടെ പാർട്ടി മെമ്പർമാരും ഇതിൽ കയറരുതെന്ന് പറയണില്ലല്ലോ, അവരും കയറില്ലേ. അപ്പം അതുകൊണ്ട് സ്കൂൾ കുട്ടികളുടെ അല്ലെങ്കിൽ കോളേജ് കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ പ്രശ്നത്തിൽ ഞങ്ങളൊക്കെ വിദ്യാർത്ഥി രംഗത്ത് നിന്ന് വന്നവരാണ്. അവരിൽ പെൺകുട്ടികൾക്ക് ഇപ്പോൾ പ്രശ്നമില്ല, പ്രിയദർശിനിയിൽ പ്രൈവറ്റിൽ പ്രശ്നമുണ്ട്. അപ്പോൾ അത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടെ ഒരു തീരുമാനം എടുക്കട്ടെ, നമുക്ക് ആലോചിക്കാം. കോൺസെൻസസ്. KSRTC-യുടെ ബസ്സുകളുടെ കാര്യം എടുക്കുമ്പോൾ, അതായത് തെക്കൻ ജില്ലകളിൽ ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്, പക്ഷേ വടക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് കാസർഗോഡ് ഉൾപ്പെടെ ബസ്സുകളുടെ എണ്ണം വളരെ കുറവാണ്. അത് കൂട്ടാൻ എന്തെങ്കിലും നടപടി വരുന്നുണ്ടോ? രണ്ടും കൂടെ ഒരാൾ ചോദിക്കരുത്, മനസ്സിലായില്ലേ? അല്ല, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? ഇപ്പൊ അത് മനസ്സിലായാൽ മതി. അതെ, നിങ്ങൾ തന്നെ പറയുന്നത് പ്രിയദർശിനി ഇങ്ങനെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. അല്ല അങ്ങനെ ഒരാളത് ചോദിക്കുക, അടുത്ത് അല്ലെങ്കിൽ അയാൾ തന്നെ പിന്നെ എന്താണ് ഇവിടെ പ്രിയദർശിനി ഇല്ലാത്തതെന്ന് കൂടെ ചോദിക്കരുത്. ഇല്ല, ഇപ്പൊ പ്രിയദർശിനി വേണം എന്നുള്ളത് ഇപ്പൊ ഉള്ള ഓർഡിനറിയിൽ നടക്കും. അടുത്ത ഇപ്പൊ ഉടനെ ഇല്ല. പിന്നെ മറ്റൊരു കാര്യം, അതായത് നമ്മുടെ KSRTC-യുടെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ മിക്കവാറും എല്ലാ ഡിപ്പോകളിലും ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, മിക്കവാറും എല്ലാം കാലിയായിട്ട് കിടക്കും. അത് വളരെ പ്രസക്തമായൊരു ചോദ്യം. ഒരു ബജറ്റ് ഹോട്ടൽ രീതിയിൽ അതിനെ ഒരു പുനഃസംഘടിപ്പിച്ചു. തീർച്ചയായിട്ടും നല്ല പ്രസക്തമായൊരു ചോദ്യമാണത്. അതിലിപ്പോൾ 2.25 ലക്ഷം സ്ക്വയർ ഫീറ്റാണ് ഇന്ന് പൊഴിഞ്ഞു കിടക്കുന്നത്. നമ്മുടെ 10 വർഷത്തെ ഗവൺമെന്റിന്റെ നേട്ടങ്ങളിലൊന്നാണത്. 2.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഒഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പോൾ MLA വന്ന ഉടനെ തന്നെ അതാ പറഞ്ഞത്, ഞങ്ങളത് ഫസ്റ്റ് പ്രയോറിറ്റിയിൽ ചെയ്യുകയാണ്. എന്നാൽ 1.4 1,40,000 സ്ക്വയർ ഫീറ്റ് വരുന്ന കോഴിക്കോട്ടെ ബിൽഡിംഗ്, ആ ബിൽഡിംഗ് ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്. അത് പൊളിക്കണോ നിർത്തണോ എന്നുള്ളതാണ് ചർച്ച. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ ഒരു കെടുകാര്യസ്ഥതയുടെ ആഴം എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യപത്രമാണത്. എന്തായാലും കാസർഗോഡ് വരെ അല്ലേ MLA ഒഴിഞ്ഞു കിടക്കുക എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ അത് നമ്മൾ അടിയന്തര പ്രാധാന്യത്തോടെ കൊണ്ടുവരും. അതിനുവേണ്ടി ഒരു ഡീസെൻട്രലൈസ് ചെയ്തിരിക്കുകയാണ് നമ്മൾ KSRTC-യുടെ ചുമതലകൾ കുറേ. അതായത് എല്ലാ ഡിപ്പോകളിലും ഒരു ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റി വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ അത് ഓർഡറായി കഴിഞ്ഞു. ഇനി അത് നിലവിൽ വരണം. അതിൻ്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് MLA ആണ്, അതാത് സ്ഥലത്തെ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ. അതുപോലെ തന്നെ MP-യോ MP-യുടെ പ്രതിനിധിയോ അതിൽ പങ്കെടുക്കും. മുനിസിപ്പൽ ചെയർമാൻ അംഗമാണ്. ആ സ്ഥാപനം ഇരിക്കുന്ന മുനിസിപ്പാലിറ്റിയുടെയോ പഞ്ചായത്തിൻ്റെയോ കോർപ്പറേഷൻ്റെയോ അംഗം അതിലംഗമാണ്. അസംബ്ലി പ്രാതിനിധ്യമുള്ള എല്ലാ പാർട്ടികളും അതിൽ അംഗങ്ങളാണ്. അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി പോലെ ഒരു ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റി എല്ലാ ഡിപ്പോകളിലും വരും. അങ്ങനെ വരുമ്പോൾ മാധ്യമപ്രവർത്തകരും അതിൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ എല്ലാ സഹകരണം ഉണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് KSRTC കൊണ്ടുപോകും. ഇതിനെ നമുക്കൊരു ബജറ്റ് ഹോട്ടൽ ശൃംഖലയാക്കി. അല്ല, അതൊക്കെ നമുക്ക് അതാത് സ്ഥലത്ത് അവരാലോചിച്ച് വിജയവും അത്
ചെയ്യട്ടെ, നല്ല കാര്യം. മണിക്കൂറുകൾ വെച്ചും ദിവസത്തേക്കും ഒക്കെ തീർച്ചയായിട്ടും മണിക്കൂറുകൾ വെച്ച് കൊടുക്കാവുന്നതാണ്. കുറെ മാസങ്ങളായി എൻഫോഴ്സ്മെന്റ് ആക്കിയില്ല, പലപ്പോഴും ഉദ്യോഗസ്ഥന്മാരുടെ അഭാവം ശരിയാണ്. ഇപ്പോൾ അത് 60 പേരെ PSC ലിസ്റ്റിൽ നിന്ന് ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. ഒരുപക്ഷെ ആദ്യത്തെ ലോട്ട് അപ്പോയിന്റ്മെന്റ് ആയിരിക്കും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ. PSC ലിസ്റ്റിൽ നിന്ന് 60 ആള് MVIs വന്നു കഴിഞ്ഞു. അത് മലബാറിൽ ഒരിക്കലും ഒഴിച്ചിട്ടില്ല.